പോക്കോയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ പോക്കോ C3യുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ടില് 6.53 ഇഞ്ചിന്റെ ഒരു HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. വാട്ടർ നോച്ചായിട്ട് സെൽഫി ക്യാമറ കാണാൻ കഴിയും. റിയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കേസ് ആണ് നൽകിയിരിക്കുന്നത്. സിഗ്നേച്ചർ 2-ടോൺ പാറ്റേൺ എന്ന് കമ്പനി വിളിക്കുന്ന ഒരു പ്രത്യേക ഡിസൈൻ ആണ് റിയർ സൈഡിൽ നമ്മൾ കാണുന്നത്. കുറച്ചു ഭാഗം ഗ്ലോസി ആയിട്ടും കുറച്ചു ഭാഗം ടെക്സ്റ്റേർഡ് ആയിട്ടുമുള്ള ഒരു തരം ഡിസൈൻ. എനിവേ ഭംഗിയായിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പില് ക്യാമറ മൊഡ്യൂള് നമുക്ക് കാണാം. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ക്യാമറയുടെ തൊട്ട് താഴെയായിട്ട് നല്ല വലിപ്പത്തിൽ പോക്കോ എന്നൊരു ബാഡ്ജിങ് നമുക്ക് കാണാൻ കഴിയും. 9mm ആണ് തിക്നെസ്, 194 ഗ്രാം ആണ് വെയിറ്റ്. അപ്പോൾ ഓവറോൾ ഡിസൈനെ കുറിച്ച് പറഞ്ഞാൽ മോശമൊന്നും പറയാനില്ല. ഒരു ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് പോക്കോ C3യിൽ കാണാൻ കഴിയുന്നത്. 6.53 ഇഞ്ചിന്റെ അല്ലെങ്കിൽ 16.58 സെന്റിമീറ്ററിന്റെ ഒരു HD+ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം 6.53 ഇഞ്ച് എന്ന് പറഞ്ഞാൽ സാമാന്യം വലിപ്പമുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ. 720x1600 ആണ് സ്ക്രീനിന്റെ റെസൊല്യൂഷൻ. അതായത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു HD+ ഡിസ്പ്ലേ മാത്രമാണ് നമുക്ക് പോക്കോ C3യിൽ ലഭിക്കുന്നത്. മൊത്തത്തിൽ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം ഈ പ്രൈസ് റേഞ്ചിലുള്ള എല്ലാ സ്മാർട്ട് ഫോണുകളിലും നമുക്ക് HD+ ഡിസ്പ്ലേ തന്നെയാണ് ലഭിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് പോക്കോ C3യിലും കാണാൻ കഴിയുന്നത്. റിയർ സൈഡില് ട്രിപ്പിൾ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. 13 MBയുടെ പ്രൈമറി ക്യാമറ, 2 MBയുടെ പോർട്രേറ്റ് ക്യാമറ, 2 MBയുടെ മാക്രോ ക്യാമറ, LED ഫ്ലാഷ്, ഇത്രയുമാണ് റിയർ ക്യാമറ സെറ്റപ്പില് നമുക്ക് ലഭിക്കുന്നത്. ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് HDR പോർട്രേറ്റ് മോഡിലൊക്കെ ഫോട്ടോകൾ എടുക്കാം. 1080x720 പിക്സലില് 30 FPS വീഡിയോകളും ഷൂട്ട് ചെയ്യാം. ഫ്രണ്ടില് 5 MBയുടെ ഒരു സെൽഫി ക്യാമറ നൽകിയിട്ടുണ്ട്. നമ്മൾ മുന്നമേ പറഞ്ഞ പോലെ തന്നെ ഈ പ്രൈസ് റേഞ്ചിലുള്ള മറ്റ് സ്മാർട്ട് ഫോണുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ വളരെ ഡീസന്റ് ആയ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് പോക്കോ C3യിലും നമുക്ക് കാണാൻ കഴിയുന്നത്. മീഡിയാടെക്കിന്റെ ഹീലിയോ G35 ആണ് ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസർ. എന്തുകൊണ്ടും ഈ പ്രൈസ് റേഞ്ചിൽ നല്ല പെർഫോമൻസ് നൽകുന്ന ഒരു പ്രോസസറാണ് G35. അത്യാവശ്യം ഗെയിമിംഗ് പെർഫോമൻസും ഈ പ്രോസസർ നൽകുമെന്നാണ് കമ്പനി പറയുന്നത്. ഗെയിമിംഗ് റിവ്യൂ ഒക്കെ കണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക. ഇനി റാമിന്റെ കാര്യത്തിലേക്ക് വന്നാൽ LPDDR4X റാം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 വേരിയന്റുകളുണ്ട്, 3GB 4GB. റോമിന്റെ അല്ലെങ്കിൽ ഇന്റേണൽ സ്റ്റോറേജിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അവിടെയും 2 വേരിയന്റുകൾ അവൈലബിൾ ആണ്. 32GB 64GB. MIUI 12 ഉൾപ്പെടുത്തിയ ആൻഡ്രോയിഡ് 10 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഓവറോള് നമ്മൾ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ ഡീസന്റ് ആയ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊക്കെ പറ്റുന്ന ഒരു പെർഫോമൻസ് നൽകാൻ കഴിയുന്ന പ്രോസസറും റാമും ഒക്കെയാണ് പോക്കോ C3യിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 5000 mAh ബാറ്ററി നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഒരു നോർമൽ ചാർജർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2+1 സിം കാർഡ് ട്രേ ആണ് നൽകിയിരിക്കുന്നത്. 2 സിമ്മും മൈക്രോ SD കാർഡ് നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാം. സെക്യൂരിറ്റി ഫീച്ചറിലേക്ക് വന്നാൽ ഫേസ് അൺലോക്ക് സംവിധാനം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി P2I സ്പ്ലാഷ് പ്രൂഫ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ചെറിയ മഴത്തുള്ളികളൊന്നും വീണാല് ഫോണില് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 3 കളർ വേരിയന്റുകളാണുള്ളത്. ആർട്ടിക് ബ്ലൂ, ലൈം ഗ്രീൻ, മാറ്റ് ബ്ലാക്ക്. 2 വേരിയന്റിലാണ് നമുക്ക് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. 3GB 32GB, 4GB 64GB. പ്രൈസിംഗിലേക്ക് വന്നാൽ 3GB 32GBക്ക് 7499 രൂപയും 4GB 64GBക്ക് 8999 രൂപയുമാണ് പ്രൈസിംഗ്. ഒക്ടോബർ 16 മുതൽ ഫ്ലിപ്കാർട്ടില് ഫോൺ പർച്ചേസിന് അവൈലബിൾ ആയിരിക്കും. പോക്കോ എന്ന ബ്രാൻഡിൽ നിന്ന് നമ്മൾ എപ്പോഴും ഒരു മിനിമം ക്വാളിറ്റിയും മിനിമം സ്പെസിഫിക്കേഷനും ഒക്കെയുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. പോക്കോ C3യുടെ കാര്യത്തില് അത് വളരെ സത്യമാണ്. സാധാരണ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിലുള്ള മറ്റ് സ്മാർട്ട് ഫോണുകളിലും ഒക്കെ ലഭിക്കുന്നത് പോലെ തന്നെ 6.53 ഇഞ്ചിന്റെ ഒരു HD+ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. ട്രിപ്പിൾ ക്യാമറ നൽകിയിട്ടുണ്ട്. ഡീസന്റ് ആയ ഒരു 5000 mAh ബാറ്ററി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പ്രോസസറിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. ഹീലിയോ
G35 ആണ് പ്രോസസർ. നമുക്കറിയാം 10,000 രൂപയുടെ പോലും സ്മാർട്ട് ഫോണുകളിൽ നമ്മൾ ഹീലിയോ G35ന്റെ പ്രോസസർ തന്നെയാണ് കാണുന്നത്. എന്നാൽ പോക്കോ C3യുടെ ലോവർ വേരിയന്റിന് നമ്മളിപ്പോൾ കണ്ട പോലെ 7,499 രൂപ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഫോണിൽ പോലും ഈ G35 തന്നെയാണ് പോക്കോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് നല്ലൊരു കാര്യമായി തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന സംഗതിയാണ്. ഇനി LPDDR4X ആണ് ഉപയോഗിച്ചിരിക്കുന്ന റാം. നമുക്കറിയാം സാധാരണ റാമിനേക്കാൾ ഒരു 50% പെർഫോമൻസ് കൂടുതൽ തരുന്ന റാമാണ് എപ്പോഴും LPDDR4X റാമുകൾ. അപ്പൊ അതും നല്ലൊരു സംഗതിയായി തന്നെ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. അപ്പൊ എന്തുകൊണ്ടും ഈ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഓപ്ഷൻ ആണ് പോക്കോ C3 എന്ന് തന്നെ നമുക്ക് പറയാം. ഒത്തിരിയേറെ സ്മാർട്ട് ഫോണുകൾ ഈ G35 പ്രോസസർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വരുന്നുണ്ട്. റിയൽമിക്കാണെങ്കിൽ ഒത്തിരിയേറെ ഡിഫറെന്റ് വേരിയന്റുകൾ ഉണ്ട്. നിങ്ങൾ ആ സ്മാർട്ട് ഫോണുകളുടെയും റിവ്യൂ ഒക്കെ കാണുക. എന്ത് തന്നെയാണെങ്കിലും ഈ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും പോക്കോ C3 എന്നാണ് തോന്നുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.